സാന്റിയാഗോ ബെർണബ്യൂ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഓരോ ഫുട്ബോൾ ആരാധകർക്കും നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യണം, സ്റ്റേഡിയംസ് വിസിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലൊന്ന് തന്നെ ആയിരിക്കും. അത് 78 വർഷം കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണെന്നുള്ളതാണ് കേട്ടോ. നിങ്ങളൊരു റയൽ ഫാൻ ആണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിലും ഇപ്പൊ എന്നോടൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ ബെർണബ്യൂ എന്ന് പറയുന്നത്. ആ ബെർണബ്യൂ 78 വർഷങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 14 ഇന്നിപ്പോൾ 15 പക്ഷെ എന്നാലും അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് ഈ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റയലിന്റെ ഇന്നലത്തെ ലാ ലീഗ മാച്ചിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാന്ന് ഉറപ്പിച്ചുകൊണ്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് കിടക്കാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിലെ 4 പേര്, അതായത് ജൂഡ് ബെല്ലിംഗം, എംബാപ്പെ, നല്ലൊരു കോമ്പിനേഷൻ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ കോമ്പിനേഷനും നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. ഫ്രണ്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആരെഗുലറിന്റെ മിസ്പാസുകളും കാര്യങ്ങളും പ്രശ്നമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പോസിറ്റീവ് കാണുമ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അല്ല, പക്ഷെ അങ്ങനെ കണ്ണ് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല. അത് ചിലപ്പോൾ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എനിക്കറിയാം. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 3 പോയിന്റ് കിട്ടിയ സ്ഥിതിയിലേക്ക് വലിയ ഫോക്കസ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മൂന്നാമത്തെ പോയിന്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വിനീഷ്യസ് ജൂനിയറിന് കിട്ടേണ്ടത് പെനാൽറ്റി ആയിരുന്നില്ല, അത് ഫൗൾ അല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ തിരിച്ചു ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ലൈവ് മുഴുവൻ കണ്ടായിരുന്നോ? അതിനകത്ത് സെൻട്രൽ ബാക്കിന്റെ ഒരു കിണ്ണാങ്കാച്ചിയ ഫൗൾ ഉണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് റെഡ് കാർഡ് കൊടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല. ആൻഡ് അത് റെഡ് കാർഡ് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു സീരിയസ് ഒഫൻസ് തന്നെയാണ്. 1-2 മാച്ചുകളൊക്കെ കളയാൻ പറ്റുന്ന ലെവലിലുള്ള ഒരു ഒഫൻസ് ആണ്. പക്ഷെ അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. ഇതേ സാധനം ബാഴ്സലോണയുടെ വല്ലതും ആവണമായിരുന്നു. എൻ്റെ പൊന്നടാവേ, ഇത് ലാലീഗ മുഴുവൻ ബാഴ്സയ്ക്ക് വേണ്ടിയിട്ട് ഇത് ചോദിക്കാൻ പോയാലും ചോദിക്കും, എടാ എന്തായിരിക്കും ഈ കാർഡ്, ഈ ഒരു ഫൗളിന് റെഡ് കാർഡ് കൊടുക്കാതിരുന്നതെന്ന് ചോദിച്ചാൽ അതും ബാഴ്സയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന ടീമുകളായിരിക്കും. അവരോട് ചോദിക്കാൻ നിൽക്കരുത്. ഇതെല്ലാവരെയും അല്ല കേട്ടോ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഫ്രണ്ട് ലൈൻ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന ഇഞ്ചുറീസ് കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി 2 സെന്റർ ബാക്ക്, മോശമല്ലാത്ത 2 സെന്റർ ബാക്കുകൾ തന്നെയാണ്. പക്ഷെ അവരുടെ പെർഫോമൻസ് നല്ല മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. അത് ഈ കണക്കിനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചസ് വരുമ്പോൾ 8-ന്റെയോ 18-ന്റെയോ അതിന്റെ മേളിലേക്കുള്ള പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ 3 പോയിന്റ്സ് ആണ് എനിക്ക് എന്തായാലും പറയാനായിട്ടുള്ളത്. അപ്പൊ എന്തായാലും ആദ്യം വീണ്ടും ഒരിക്കൽ കൂടി 78 വർഷം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള സാന്റിയാഗോ ബെർണബ്യൂവിന് ഒരിക്കൽ കൂടെ വിഷ് ചെയ്യാണ് ആസ് എ ബാസ ഫാൻ. ആൻഡ് ചിൽ കുപ്പിച്ചിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് കറോ.